യേശുവിശേക്ക് സ്തുതിയായിരിക്കട്ടെ. വെൽക്കം ടു കുട്ടി ഗോസ്പൽ. എന്നെ ആദ്യമായിട്ട് കാണുന്ന പലരും ചോദിക്കാറുണ്ട്, അച്ഛൻ ഈ മുടി വളർത്താൻ തുടങ്ങിയിട്ട് എത്ര ആളായി? ചില ആൾക്കാർക്ക് ഈ മുടിയുടെ എൻ്റെ പിന്നിൽ രഹസ്യം ഒന്നെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാനൊരു 10-12 വർഷമായിട്ട് മുടി വളർത്തുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ എൻ്റെ മുടി കട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചിലവർ പറയും, അച്ഛൻ മുടി അഴിച്ചിടുമ്പോഴാണ് നല്ല ഭംഗിയെന്ന് പറയും. ഞാൻ സാധാരണ നിങ്ങൾക്ക് ടോക്ക് വരുമ്പോൾ ഞാൻ മുടി അഴിച്ചിട്ട് സംസാരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടല്ലോ അല്ലേ? ഇപ്പോൾ ഞാൻ മുടി അഴിച്ചിട്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് മുടിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഹെയർ. നിങ്ങൾക്കറിയാം, ഈ മുടി അത്ര ചില്ലറക്കാരനൊന്നുമല്ല. ഈ മുടി ഒരു ഭീകരനാണ്. നിങ്ങൾക്കറിയാമോ ഇതിൻ്റെ സ്ട്രെങ്ത്ത്? ഒരു മുടിയുടെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രെങ്ത്ത് എന്ന് പറഞ്ഞത് 100 ഗ്രാം ഭാരം തൂക്കാൻ പറ്റും ഈ ഒരൊറ്റ മുടി കൊണ്ട്. എന്ന് പറഞ്ഞാൽ ഒരാളുടെ തലയിൽ എല്ലാ മുടിയും കൂടി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് 2 ടൺ ഭാരം ചുമക്കാൻ പറ്റും. എൻ്റെ ഈ മുടിയൊക്കെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ 2 ആനനെ എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത്ര സ്ട്രെങ്ത്താണ് നമ്മൾ ഈ കാണുന്ന നിസാരക്കാരനായ മുടിക്ക്. ഇനി the second fastest growing tissue in our body is hair. സെക്കൻഡ് ഫാസ്റ്റസ്റ്റ്. അപ്പോൾ ആദ്യത്തെ ഏതാ? ബോൺ മാരോ ആണ് ആദ്യത്തെ. ഏറ്റവും വേഗത്തിൽ വളരുന്ന നമ്മുടെ ബോഡിയിലെ ടിഷ്യൂ ആണ് ബോൺ മാരോ. രണ്ടാമത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന മുടിയാണ്. അത്രയും വേഗത്തിൽ മുടി വളരുന്നുണ്ട്. ഞാൻ പറഞ്ഞു 2-2.5 വർഷമായിട്ട് എൻ്റെ മുടിയുടെ വളർച്ചയാണ് ഇവിടം വരെ ഉള്ളത്. പിന്നെ ചില ആൾക്കാരൊക്കെ വേസ്റ്റ് വരെയൊക്കെ മുടി വളർത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ 7 വർഷം എടുക്കും എന്ന് പറഞ്ഞാൽ 7 വർഷം എടുക്കുമ്പോഴേക്കും മുടി അത്രത്തോളം വളരുന്നുണ്ട്. അത്രയും വേഗത്തിൽ നമ്മുടെ മുടി വളരുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് എന്താണെന്നറിയാമോ? ഒരു വർഷത്തെ ഒരു മുടിയുടെ വളർച്ച എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ തലയിലെ മുടിയൊക്കെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ കം അറൗണ്ട് 16 കിലോമീറ്റർ നീളത്തിലാണ് ഒരു വർഷം ഒരാളുടെ മുടി വളരുന്നത്. എല്ലാ മുടിയും കൂടി ചേർത്ത് 16 കിലോമീറ്ററാണ്. ഇനി ഒരു സാധാരണ മനുഷ്യൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഒരു 70 ഇയേഴ്സ് ആണല്ലോ. അപ്പോൾ 70 ഇയേഴ്സ് ഇൻറ്റു 16 കൂടി കൂട്ടിക്കഴിയുമ്പോൾ 1120 കിട്ടും. 1120 കിലോമീറ്ററാണ് ഒരു മനുഷ്യൻ്റെ ആയുസ്സലവൻ്റെ മുടി വളരുന്ന നീളം. എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് മുംബൈ വരെ പോവാം. മുംബൈ വരെയുള്ള നീളമാണ് എൻ്റെ മുടി കവർ ചെയ്യുന്നതെന്ന് പറയാം. ഇനി നമ്മളുടെ ഈ മുടിയുടെ കണ്ടന്റ് അറിയാമോ? 14 എലമെൻറ്റ്സ് ഉണ്ട് ഈ ചെറിയ മുടിയുടെ കണ്ടന്റ് എന്ന് പറയുന്നതിൽ. നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, പിന്നെ ഒരു സ്പെഷ്യൽ സാധനം കൂടി നമ്മുടെ മുടിയിലുണ്ട്, ഗോൾഡ് ഉണ്ടെന്നാണ് പറയാം. പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളുടെ മുടിയിൽ ഗോൾഡിൻ്റെ കണ്ടന്റ് ഭയങ്കര കൂടുതലാണ്. അപ്പം അത്രയും 14 എലമെൻറ്റ്സ് ഉണ്ട് ഈ കാണുന്ന മുടി. ഈ മുടി അത്ര നിസ്സാരക്കാരനല്ല. ഇനി ഒരാളുടെ തലയിൽ എത്ര മുടിയുണ്ട്? നിങ്ങളുടെ തലയിൽ മുടി നിങ്ങൾ എണ്ണിയിട്ടുണ്ടോ? സയൻസ് പറയുന്നത് ഒരു സാധാരണ എന്നുവെച്ചാൽ ബാൾഡ് അല്ലാത്ത ഒരാളുടെ തലയിൽ 1 ലക്ഷം തൊട്ട് 1.5 ലക്ഷം വരെ മുടിയുണ്ട്. ഇപ്പം എൻ്റെ തലയിൽ എൻ്റെ പ്രായം വെച്ചിട്ട് എനിക്ക് ചിലപ്പോൾ 1 ലക്ഷം മുടി വരെ എൻ്റെ തലയിലുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഓരോ മുടി എണ്ണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഗോസ്പൽ പറയുന്നത്. നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു. അതാണ് ഈശോ പറയാം, എണ്ണപ്പെട്ടിരിക്കുന്നു. നമ്മളുടെ ശരീരത്തിൽ നമ്മൾ ഏറ്റവും നിസ്സാരമെന്ന് കരുതുന്നൊരു കാര്യമല്ലേ നമ്മുടെ ഹെയർ എന്ന് പറയാം. അപ്പോൾ ദൈവം പറയാണ്, നിങ്ങളുടെ മുടിയിട പോലെ എണ്ണപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് അറിയാം എൻ്റെ മുടിയിൽ, എൻ്റെ തലയിൽ എത്ര മുടിയുണ്ടെന്ന് അറിയാം. ഒരു ദിവസം നിങ്ങൾക്കറിയാമോ, ഒരു ദിവസം 50 തൊട്ട് 150 മുടി വരെ കൊഴിഞ്ഞു പോകുന്നുണ്ട്. എല്ലാ മനുഷ്യർക്കും അങ്ങനെ 150 മുടി വരെ ഒരു ദിവസം കൊഴിഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളുടെ ബാത്റൂമിൻ്റെ ഡ്രെയിൻസിലും അല്ലെങ്കിൽ വാഷ് ടബിലൊക്കെ നമ്മൾ മുടി കാണുമ്പോൾ നമുക്ക് സങ്കടം പറയും, മുടി കൊഴിഞ്ഞു പോകുന്നു. മുടി കൊഴിയും, ഇറ്റ്സ് നാച്ചുറൽ. 50 തൊട്ട് 150 വരെ ഇങ്ങനെ മുടി കൊഴിയുന്നുണ്ട്. അപ്പോൾ കൊഴിയുന്ന മുടിയുടെ എണ്ണം പോലും നമ്മുടെ ദൈവത്തിന് അറിയാമെന്ന് പറയുമ്പോൾ ദൈവം എത്രമാത്രം കെയറാണ് നമുക്ക് നൽകുന്നത്. ഹൗ മച്ച് ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ അസ്. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും ഏറ്റവും നിസാരമെന്ന് കരുതുന്ന മുടിയിട പോലും എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് ദൈവം പറയുമ്പോൾ ദൈവം അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നില്ലെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളെ സംബന്ധിച്ചിട്ട് മുടി എന്താണ്? ഒരു ഫാഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. പണ്ടൊക്കെ അമ്പട്ടൻ അല്ലെങ്കിൽ ബാർബർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഹെയർ സ്റ്റൈലിസ്റ്റ് എന്ന് പറയണേ. ഒരു സ്റ്റൈൽ, എന്താ ഹെയർ ഒരു സ്റ്റൈലാണ്. അപ്പോൾ നമുക്കൊരു ഫാഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ ഫോർ ഗോഡ് ഇറ്റ് ഈസ് എ പാഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അവിടെ എന്താ ദൈവം എന്താ പറയണേ? ഐ ലവ് യുടെ മക്കളെ, ഐ ലവ് യുടെ മക്കളെ എന്ന് ദൈവം പറയണം. നമ്മുടെ മുടി നമ്മൾ കാണുമ്പോൾ എന്താണ്? അത് വെറും ഒരു സ്റ്റൈലല്ല, ദൈവത്തിൻ്റെ പാഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഇനി തൊട്ട് മക്കളെ, നിങ്ങളുടെ മുടി നന്നായിട്ടുണ്ട്, നിങ്ങളുടെ മുടി സ്റ്റൈലാണല്ലോ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയണമെന്ന് അറിയാമോ? യെസ്, ബിക്കോസ് ഐ ഹാവ് എ സ്റ്റൈലിസ്റ്റ് ഗോഡ്. ബിക്കോസ് ഐ ഹാവ് എ ഗോഡ് ഹു ഈസ് എ സ്റ്റൈലിസ്റ്റ്. ഹാപ്പി സൺഡേ.